ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. Belgium and Sri Lanka. Belgium is a small country in Europe, smaller in the area than the state of Haryana. It has borders with France, the Netherlands, Germany and Luxembourg. It has a population of a little over 1 crore and half the population of Haryana. The ethnic composition of this small country is very complex. Of the country's total population, 59% lives in the Flemish region and speaks Dutch language. Another 40% people live in the Wallonia region and speak French. Remaining 1% of the Belgians speak German. In the capital city Brussels, 80% of people speak French while 20% are Dutch speaking. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബെൽജിയത്തിനെ കുറിച്ച് പഠിക്കുകയാണ്. ബെൽജിയം എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു ചെറിയ കൺട്രിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തിനേക്കാളും ചെറുതായ ഒരു രാജ്യമാണ് ബെൽജിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചുറ്റും ഫ്രാൻസ്, നെതർലാൻഡ്സ്, ജർമ്മനി, ലക്സംബർഗ് ഇങ്ങനെ 4 രാജ്യങ്ങൾക്ക് ചുറ്റുമാണ് ഇടയിലാണ് ഈ ബെൽജിയം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബെൽജിയത്തിൻ്റെ പോപ്പുലേഷൻ 1 കോടിയിൽ കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹരിയാനയുടെ പോപ്പുലേഷനേക്കാൾ ഹരിയാനയുടെ പോപ്പുലേഷൻ്റെ പകുതിയോളം മാത്രമേ ഈ ബെൽജിയം വരത്തുള്ളൂ. അപ്പോൾ ഈ ബെൽജിയത്തിലെ ഒരു എത്നിക് കോമ്പോസിഷൻ അല്ലെങ്കിൽ ആ ഒരു ജനവിഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പോപ്പുലേഷൻ്റെ 59% താമസിക്കുന്നത് ഫ്ലെമിഷ് റീജിയനിലാണ്. ആ ഒരു ഫ്ലെമിഷ് റീജിയനിലാണ് 59% താമസിക്കുന്നത്. അവരെന്താണ് ഡച്ച് ലാംഗ്വേജാണ് പറയുന്നത്. ബാക്കി വരുന്ന 40% താമസിക്കുന്നത് വലോണിയ റീജിയനിലാണ്. അവർ സംസാരിക്കുന്നത് ഫ്രഞ്ചാണ്. ബാക്കി 1% ആൾക്കാർ ജർമ്മനും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന ഡിഫറെൻറ്റ് റീജിയനിൽ കഴിയുന്ന ആൾക്കാരാണ് ഈ ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്തുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബ്രസൽസിൽ 80% ആൾക്കാർ ഫ്രഞ്ചും 20% ആൾക്കാർ ഡച്ചും സംസാരിക്കുന്നവരാണ്. ദ മൈനോറിറ്റി ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി വാസ് റിലേറ്റീവ്ലി റിച്ച് ആൻഡ് പവർഫുൾ. This was resented by Dutch-speaking community who got the benefit of economic development and education much later. This led to tension between Dutch-speaking and French-speaking communities during the 1950s and 60s. ഇപ്പോൾ എന്താണ് ഫ്രഞ്ച് സംസാരിക്കുന്ന ആ ഒരു മൈനോറിറ്റി 40% മാത്രമല്ലേ ഉള്ളൂ, മറ്റൊരു 59% ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു 40% ആൾക്കാരെ റിലേറ്റീവ്ലി ഡച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഡച്ച് സംസാരിക്കുന്ന ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിച്ച് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഡച്ച് സ്പീക്കിംഗ് പോപ്പുലേഷൻ മേജർ ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആ ഒരു എഡ്യൂക്കേഷൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് കൂടുതൽ അവർക്ക് കിട്ടി തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ, ഒരു ക്ലാഷ് ഉണ്ടാവുകയാണ് 1950s 60s ആയിട്ട്. The tension between the two communities was more acute in Brussels. Brussels presented a special problem. The Dutch-speaking people constituted a majority in the country but a minority in the capital. അപ്പോൾ ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ബ്രസൽസിനെ ആയിരുന്നു. അതായത് അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ ബ്രസൽസിനെ ആയിരുന്നു. ഇപ്പോൾ ബ്രസൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബെൽജിയം ആസ് എ ഹോൾ ഒരു നേഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ മെജോറിറ്റി എന്ന് പറയുന്നത് ഡച്ച് സ്പീക്കിംഗ് ആയിരുന്നെങ്കിൽ ബ്രസൽസ് ആ ക്യാപിറ്റൽ സിറ്റി എടുത്ത് മാത്രം കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് ഒരു ഡച്ച് സ്പീക്കിംഗ് പീപ്പിൾ ഒരു മൈനോറിറ്റി മാത്രമായിരുന്നു. ലെറ്റ് us compare this to the situation in another country. Sri Lanka is an island nation, just a few kilometers off the southern coast of Tamil Nadu. It has about 2 crore people, about the same as in Haryana. Like other nations in the South Asia region, Sri Lanka has a diverse population. The major social groups are the Sinhala speakers and the Tamil speakers. Among Tamil, there are 2 groups. Tamil natives of the country are called Sri Lankan Tamils. The rest, whose forefathers came from India as plantation workers during colonial period, are called Indian Tamils. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ഇഷ്യൂ നമുക്ക് എവിടെ കമ്പയർ ചെയ്ത് നോക്കാം. ഒരു നമ്മുടെ നെയ്ബറിങ് കൺട്രിയായ ശ്രീലങ്ക വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു എല്ലാ സൗത്ത് ഏഷ്യൻ റീജിയനെയും കണക്ക് അല്ലെങ്കിൽ ഒരു സൗത്ത് ഏഷ്യൻ കൺട്രിയെയും കണക്ക് അവിടെയും ഒരു ഡൈവേഴ്സ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 2 കോടി ജനവിഭാഗങ്ങളെ പല കമ്മ്യൂണിറ്റീസായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മേജർ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിൻഹള സ്പീക്കേഴ്സ് ആയിരുന്നു. സിൻഹള ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. ഏകദേശം 74% അവരുണ്ടായിരുന്നു. അടുത്ത ഒരു വലിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തമിഴ് സ്പീക്കേഴ്സാണ്. അതൊരു 18% ഉണ്ട്. ഈ തമിഴ് സ്പീക്കേഴ്സിനെ നമുക്ക് 2 സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തത് അവിടെ ആ ഒരു കൺട്രിയിലെ തമിഴ് നേറ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു കൺട്രിയിൽ നിന്നുമുള്ള ആൾക്കാർ തന്നെയാണ് ശ്രീലങ്കൻ തമിഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ തമിഴ്സ് എന്ന് പറയും. അവരെന്താണ് അവരുടെ പൂർവികർ
ഇന്ത്യയിൽ നിന്നും പ്ലാന്റേഷൻ വർക്കിനായിട്ട് കൊളോണിയൽ പീരീഡിൽ ആ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പ്ലാന്റേഷൻ വർക്കിനായിട്ടൊക്കെ വന്നവരാണ് ഇന്ത്യൻ തമിഴ്സ് എന്ന് പറയുന്നത്. As you can see from the map, Sri Lankan Tamils are concentrated in the north and east of the country. Most of the Sinhala speaking people are Buddhist, while most of the Tamils are Hindus or Muslims. There are about 7% Christians who are both Tamil and Sinhala. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയിലെ തമിഴ്സ് അത് ആ രാജ്യത്തിലെ നോർത്ത് ഈസ്റ്റ് പാർട്ടിലൊക്കെ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നോർത്തും ഈസ്റ്റും പാർട്ടിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ബാക്കി പാർട്ടിലാണ് ഈ സിൻഹള സ്പീക്കിംഗ് പീപ്പിൾ ഉള്ളത്. അപ്പോൾ സിൻഹള സ്പീക്കിംഗ് പീപ്പിൾ മിക്കവരും ബുദ്ധിസ്റ്റുകളായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ് സ്പീക്കിംഗ് പീപ്പിൾ എന്താണ്, ഹിന്ദുസോ മുസ്ലിംസോ ആയിരുന്നു. അതിനു പുറമെ 7% ക്രിസ്ത്യൻസും അവിടെ ഉണ്ടായിരുന്നു. അവർ തമിഴിലും സിൻഹള സംസാരിക്കുന്നവരായിട്ട് ഏകദേശം 7% ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. Just imagine what could happen in a situation like this. In Belgium, the Dutch community could take the advantage of its numeric majority and force its will on the French and German-speaking population. This would push the conflict among communities further. This could lead to very messy partition of the country. Both the sides would claim control over Brussels. In Sri Lanka, the Sinhala community enjoyed an even bigger majority and could impose its own will on the entire country. Now let us look at what happened in both these countries. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാം. ബ്രസൽസ്, അതായത് ബെൽജിയത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ കാര്യവും നമുക്ക് ഇമാജിൻ ചെയ്യാം. ബെൽജിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡച്ച് കമ്മ്യൂണിറ്റിക്കായിരുന്നു അവിടെ മെജോറിറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ആരുടെ മേലിൽ, ഫ്രഞ്ച് ജർമ്മൻ സംസാരിക്കുന്ന ആൾക്കാരുടെ മേലിൽ സ്ഥാപിക്കാൻ അവർ ശ്രമിക്കും. അതുപോലെ തന്നെ ബ്രസൽസിൻ്റെയൊക്കെ കൺട്രോളിന് വേണ്ടി അവർ ഒരുപാട് ശ്രമിക്കും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്രഞ്ചാണ് ബ്രസൽസിൽ ഏറ്റവും കൂടുതലുള്ളത്. ഫ്രഞ്ച് പീപ്പിൾ അല്ല, ഫ്രഞ്ച് സംസാരിക്കുന്ന പീപ്പിൾ. അപ്പോൾ അവിടെയും ഒരു ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രീലങ്കയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയുടെ സിൻഹള പീപ്പിൾ ഒരുപാട് വലിയ മെജോറിറ്റി ഉള്ളതാണ്. ഏകദേശം 76% സിൻഹള പീപ്പിളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ആ രാജ്യം മുഴുവൻ കീഴ്പ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ രാജ്യത്ത് മുഴുവൻ നടക്കണമെന്ന് അവരാഗ്രഹിക്കും. അപ്പോൾ അവിടെ ഒരു ടെൻഷൻസിനുള്ള സാധ്യതയുണ്ട്. മെജോറിറ്റേറിയനിസം ഇൻ ശ്രീലങ്ക. Lanka emerged as an independent country in 1948. The leaders of the Sinhala community sought to secure dominance over government by virtue of their majority. As a result, the democratically elected government adopted a series of majoritarian measures to establish Sinhala supremacy. അപ്പോൾ ശ്രീലങ്ക ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആവുന്നത് 1948 അപ്പോൾ അവിടുത്തെ ആ ഒരു സിൻഹള കമ്മ്യൂണിറ്റിയിലുള്ള ലീഡേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, അവരുടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ അവർക്ക് കിട്ടണം. മെജോറിറ്റി ആണല്ലോ അവരുടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയ ആ ഗവൺമെൻറ് ഒരു സീരിയസ് ഓഫ് നടപടി എടുക്കുകയാണ്. മെജോറിറ്റേറിയൻ മെഷേഴ്സ് എടുക്കുകയാണെന്ന് വെച്ചാൽ അവരുടെ ആ മെജോറിറ്റിയെ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാവണം എന്നുള്ള ആഗ്രഹങ്ങളുടെ പേരിൽ ഒരു സിൻഹള സുപ്രമസി ഉറപ്പാക്കുന്ന ചില നടപടികൾ എടുക്കുകയാണ്. In 1956, an act was passed to recognize Sinhala as the only official language, thus disregarding Tamil. The governments followed preferential policies that favored Sinhala applicants for university positions and government jobs. A new constitution stipulated that the state shall protect and foster Buddhism. ഇപ്പോൾ എന്താണ് 1956 അവരൊരു ആക്ട് കൊണ്ടുവരികയാണ്. ആ ആക്ട് പ്രകാരം ആ രാജ്യത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് സിൻഹള മാത്രമാണ്. തമിഴിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ്. ഇനി ഗവൺമെൻറ് ജോബിനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ജോബ്സിനോ പൊസിഷൻസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സിൻഹള ആപ്ലിക്കൻസ് അവർക്ക് കൂടുതൽ പ്രാധാന്യവും അവരെ ഫേവർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നു. അതിനകത്ത് എന്ത് പറയുകയാണ്, ബുദ്ധിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഫോസ്റ്റർ ചെയ്യുമെന്ന് പറയുകയാണ്. All these government measures, coming one after the other, gradually increased the feeling of alienation among the Sri Lankan Tamils. They felt that none of the major political parties led by Buddhist Sinhala leaders was sensitive to their language and culture. They felt that the constitution and government policies denied the equal political rights, discriminated against them in getting jobs and other opportunities, and ignored their interests. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് എല്ലാ ഗവൺമെൻറ് മെഷേഴ്സും
ഈ ശ്രീലങ്കൻ തമിഴ്സിന് എതിരാണെന്ന് അവർക്ക് തോന്നി തുടങ്ങി. അവർ വിചാരിക്കുകയാണ് ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടീസിനെ അവർ സപ്പോർട്ട് ചെയ്യില്ല. ആരാണ്? ബുദ്ധിസ്റ്റ് സിൻഹള നേതാക്കൾ നയിക്കുന്ന ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടീസിനെ അവർ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണ്? അവരുടെ ലാംഗ്വേജിനെയും കൾച്ചറിനെയൊക്കെ അപമാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ അതായത് ഈ ശ്രീലങ്കൻ സിൻഹള പീപ്പിൾ നിർമ്മിച്ച ആ കോൺസ്റ്റിറ്റ്യൂഷനും ഗവൺമെൻറ്റും ഒക്കെ അവരുടെ ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റൊക്കെ എടുത്ത് ഡിനേ ചെയ്യുകയാണ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം എവിടെയാണ് അവർ കൂടുതലായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നതെന്ന്. ആസ് എ റിസൾട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സിൻഹള ആൻഡ് തമിഴ് കമ്മ്യൂണിറ്റീസ് സ്ട്രെയിൻഡ് ഓവർ ടൈം. അപ്പോൾ ഇതൊക്കെ കാരണം ആ ഒരു സിൻഹള തമിഴ് കമ്മ്യൂണിറ്റി ജനങ്ങൾക്കിടയിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടാവുകയാണ്. ദ ശ്രീലങ്കൻ തമിഴ്സ് ലോഞ്ച് പാർട്ടീസ് ആൻഡ് സ്ട്രഗിൾസ് ഫോർ ദ റെക്കഗ്നേഷൻ ഓഫ് തമിഴ് ആസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഫോർ റീജിയണൽ ഓട്ടോണമി ആൻഡ് ഇക്വാലിറ്റി of opportunity in securing education and jobs, but their demand for more autonomy to provinces populated by the Tamils was repeatedly denied. By 1980s, several political organizations were formed demanding an independent Tamil Eelam in northern and eastern part of the Sri Lanka. അപ്പോൾ തമിഴ് ശ്രീലങ്കൻ എന്ത് ചെയ്യാണ്? പാർട്ടീസ് ലോഞ്ച് ചെയ്യുകയാണ്, സ്ട്രഗിൾസ് നടത്തുകയാണ്. അവർക്ക് തമിഴ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണമെന്ന് പറഞ്ഞ് സ്ട്രഗിൾസ് നടക്കുകയാണ്. പക്ഷേ ഈ ഗവൺമെൻറ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. 1980 ആയപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനൊക്കെ ഡിമാൻഡ് ചെയ്യണം ഒരു ഇൻഡിപെൻഡൻറ്റ് തമിഴ് ഈലം എന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്, ഒരു തമിഴ് സ്റ്റേറ്റ് ഈസ്റ്റേൺ നോർത്തേൺ പാർട്ടിലൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ദ ഡിസ്ട്രസ്റ്റ് ബിറ്റ്വീൻ ദ ടു കമ്മ്യൂണിറ്റീസ് turned into widespread conflict. It was soon turned into a civil war. As a result, thousands of people of both the communities have been killed. Many families were forced to leave the country as refugees, and many more lost their livelihoods. Sri Lanka's excellent record of economic development, education and health, but the civil war has caused a terrible setback into the social, cultural and economic life of the country. It entered in 2009. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം അവർ തമ്മിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അതൊരു സിവിൽ വാറിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുകയാണ്. രണ്ട് ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നു. അപ്പോൾ അവരുടെ ആ ശ്രീലങ്കൻ ഡെവലപ്മെൻറ്റും എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ ആ ഒരു എക്കണോമിക് ഡെവലപ്മെൻ്റ് ഒക്കെ നശിക്കുകയാണ്. ആ ഒരു സിവിൽ വാർ അവസാനം 2009 എൻഡ് ചെയ്യുകയാണ്. അക്കോമഡേഷൻ ഇൻ ബെൽജിയം. The Belgian leaders took a different path. They recognized the existence of regional difference and cultural diversities between 1970 and 1993. They amended their constitution 4 times so as to work out the arrangement that would enable everyone to live together within the same country. The arrangements they worked out is different from the other country and is very innovative. Here are some of the elements of the Belgian model. അപ്പോൾ ബെൽജിയൻ ലീഡേഴ്സ് എന്താണ് ചെയ്തത്? അവർ മറ്റൊരു വഴി കണ്ടെത്തിയാണ്. അവർ ആ ഒരു റീജിയണൽ ഡിഫറൻസിനെയും കൾച്ചറൽ ഡൈവേഴ്സിനെയും ഒക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയാണ് 1970-നും 93-നും ഇടയ്ക്ക് അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 4 തവണ അമെൻഡ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ആ ഒരു ഡിഫറൻറ്റ് കൾച്ചറൽ ഗ്രൂപ്പ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ബെൽജിയൻ മോഡലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Constitution prescribes that the number of Dutch and French speaking ministers shall be equal in the central government. Some special laws require the support of majority of members from each linguistic groups. Thus, no single community can make decisions unilaterally. അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്? ഡച്ചും ഫ്രഞ്ചും സ്പീക്ക് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് ആ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ ലോസിനൊക്കെ ഒരു മെജോറിറ്റി, ഒരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ഭാഷാ ഗ്രൂപ്പിൻ്റെ ഒരു മെജോറിറ്റി വേണം എന്നൊക്കെ പറഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഒരു ഗ്രൂപ്പിന് അവർക്ക് ആ ഒരു കമ്മ്യൂണിറ്റിക്കും അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെയായി. അതായത് എല്ലാവർക്കും ഐക്യത്തോടെ നിന്നാൽ മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി. Many powers of the central government have been given to state governments of the 2 regions of the country. The state governments are not subordinate to the central government. രണ്ടാമത് എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഭരണത്തിൻ്റെ ഒരുപാട് പവേഴ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 2 ഭാഗത്താണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുമ്പോൾ എന്താണ്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും 2 സ്ഥലത്തെ ആൾക്കാർക്കായാലും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സബോർഡിനേറ്റ് അല്ലാതെയായി മാറിയാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പോൾ സെൻട്രൽ പറയുന്ന എല്ലാം കേൾക്കുന്ന ഒരു സബോർഡിനേറ്റ് ആൾക്കാരല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയി.
Brussels has a separate government in which both the communities have equal representation. The French-speaking people accepted equal representation in Brussels because the Dutch-speaking community has accepted equal representation in the central government. അപ്പോൾ അടുത്ത മൂന്നാമത്തെ തലസ്ഥാനത്തിൻ്റെ കാര്യം, ബ്രസൽസിൽ എന്താണ് ഒരു സെപ്പറേറ്റ് ഗവൺമെൻറ് വേണമെന്നും അത് രണ്ട് ഗ്രൂപ്പിനും ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഈ ഫ്രഞ്ച് കമ്മ്യൂണിറ്റിയിലെ അവിടെ ഏറ്റവും കൂടുതലുള്ളൂ, അവർ സമ്മതിക്കുകയാണ് ഈ കാര്യം. കാരണം എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഈക്വൽ റെപ്രസെൻറ്റേഷന് ഡച്ചുകാർ സമ്മതിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ബ്രസൽസിലും ഈക്വൽ റെപ്രസെൻറ്റേഷൻ അവർ സമ്മതിക്കുകയാണ്. Apart from the central and the state government, there is the third kind of government. This community government is elected by people belonging to one language community, Dutch, French and German speaking, no matter where they live. This government has a power regarding cultural, education and language related issues. ഇപ്പോൾ ഈ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ഗവൺമെൻറ് അവിടെ രൂപീകരിക്കുകയാണ്. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ മാത്രം ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളിനെ എലക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു സംവിധാനം. അപ്പോൾ അവരാണ് എന്താണ് കൾച്ചറൽ, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ പരിഹരിക്കുന്നത്. You might find the Belgian model very complicated. It indeed is very complicated, even for people living in Belgium. But these arrangements have worked well so far. They help to avoid civic strife between the two major communities and possible division of the country on linguistic lines. When many countries of Europe came together to form the European Union, Brussels was chosen as its headquarters. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബെൽജിയൻ മോഡൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ ശരി തന്നെയാണ്, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ യൂറോപ്യൻ കൺട്രീസൊക്കെ അവർക്കൊരു യൂണിയൻ വേണമെന്ന് ആവശ്യപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിക്കുമ്പോൾ അത് ബ്രസൽസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കാനൊക്കെ കാരണം ഇതാണ്. What do we learn from these two stories of Belgium and Sri Lanka? Both are democracies, yet they dealt with the question of power sharing differently. In Belgium, the leaders have realized that the unity of the country is possible only by representing the feelings and interests of different communities and regions. Such a realization resulted in mutually acceptable arrangements for sharing power. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഡെമോക്രാറ്റിക് രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ബെൽജിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ലീഡേഴ്സ് റിയലൈസ് ചെയ്യാണ് ഈ ഒരു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെയൊക്കെ വാല്യൂ ഇവർ റിയലൈസ് ചെയ്ത് അത് അവർ മ്യൂച്വലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻറ്റ്സ് ഒക്കെ വെക്കുകയാണ്, പവർ ഷെയറിംഗ് ഒക്കെ നടത്തുകയാണ്. ഇനി ശ്രീലങ്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക ഷോസ് എസ് എ കോൺട്രാസ്റ്റിംഗ് example. It shows us that if a majority community wants to force its dominance over others and refuses to share powers, it can undermine the unity of the country. ഇപ്പോൾ ശ്രീലങ്ക മറ്റൊരു എക്സാമ്പിൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റി അവരുടെ ഡോമിനൻസ് ഒരു മൈനോറിറ്റിയുടെ മേലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ യൂണിറ്റി തകർക്കും എന്നുള്ളൊരു എക്സാമ്പിളാണ് ശ്രീലങ്ക കാണിക്കുന്നത്. Why power sharing is desirable? Thus, two different sets of reasons can be given in favor of power sharing. Firstly, power sharing is good because it helps to reduce the possibility of conflict between social groups. Since social conflict often led to the violence and the political instability, power sharing is a good way to ensure the stability of political order. Imposing the will of majority community over the others may look like an attractive option in the short run, but in the long run it undermines the unity of the nation. അപ്പോൾ ഇത് പവർ ഷെയറിങ് ഡിസൈറബിൾ ആണെന്ന് നോക്കിയാൽ പവർ ഷെയറിങ് ഡിസൈറബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാര്യങ്ങൾ, ആ സോഷ്യൽ ഗ്രൂപ്പ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ പോസിബിലിറ്റി അത് ഇല്ലാതാക്കും. രണ്ടാമത്തത് എന്താണ്, ഈ പവർ ഷെയറിങ് അവർ കോൺഫ്ലിക്റ്റിൻ്റെ പോസിബിലിറ്റി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എന്താണ്, ആദ്യകാലത്ത് നമുക്ക് ഇതൊരു അട്രാക്റ്റീവ് ഓപ്ഷനായിട്ട് തോന്നുന്നില്ല, പക്ഷേ കാലാന്തരത്തിൽ അത് ആ രാജ്യത്തിൻ്റെ യൂണിറ്റിയെ തന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ യൂണിറ്റിയെ നല്ലതുപോലെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കും. അതായത് ഇപ്പോൾ പവർ ഷെയറിങ് ചെയ്യുമ്പോൾ ആ യൂണിറ്റി കൂടും എന്നാണ് നമുക്ക് ബെൽജിയം കാണിച്ചിരുന്നത്. ടൈറണി ഓഫ് ദ മെജോറിറ്റി ഈസ് നോട്ട് ജസ്റ്റ് ഒപ്രസീവ് ഫോർ ദ മൈനോറിറ്റി, ഇറ്റ്സ് ഓഫൺ ബ്രിങ്സ് റൂയിൻ ടു ദ മെജോറിറ്റി ആസ് വെൽ. ഇപ്പോൾ അവരുടെ ആ ഒരു മെജോറിറ്റി ആ ഒരു മൈനോറിറ്റി ഒപ്രസ് ചെയ്യാൻ നോക്കും, അത് മൈനോറിറ്റി മാത്രമല്ല കാലാന്തരത്തിൽ മെജോറിറ്റി അത് ബാധിക്കും. There is a second deeper reason why power sharing is good for democracies. Power sharing is a very spirit of democracy. A democratic rule involves sharing power with those affected by its exercise and who have to live with its effects. People have a right to be consulted how they are to be governed. A legitimate government is one where citizens through participation acquire a stake in the system. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പവർ ഷെയറിങ് ഡെമോക്രസിക്ക് നല്ലതാണ്. കാരണം
അവർ അതായത് ഈ ഭരിക്കപ്പെടുന്ന ആൾക്കാർക്ക് എന്താണ് വേണ്ടത് എന്ന് പവർ ഷെയറിങ്ങിലൂടെ ആ ഒരു ഡെമോക്രസിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും ഒരു നല്ല കാര്യമാണ്. Let us call the first set of reasons prudential and the second moral. While prudential reasons stress that power sharing will bring out better outcomes, moral reason emphasize the very act of the power sharing as valuable. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ റീസൺ പ്രുഡൻഷ്യൽ റീസൺ എന്നും രണ്ടാമത് പറഞ്ഞ റീസൺ നമുക്കൊരു മോറൽ റീസൺ എന്നും പറയാം. പ്രുഡൻഷ്യൽ റീസൺ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യുന്നതോടുകൂടി ആ ഒരു ബെറ്റർ ഔട്ട്കംസ് അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് അത് മാറും എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ, അല്ലെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും. ഇനി മോറൽ റീസൺ അല്ലെങ്കിൽ രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു പവർ ഷെയറിങ് വാല്യുബിൾ ആണ് എന്ന് കാണിച്ചു തരുന്നതാണ്. Forms of power sharing. The idea of power sharing has emerged in opposition to the notions of undivided political power. For a long time, it was believed that the power of a government must reside in one person or group of persons located at one place. It was felt that the power to decide is dispersed. It would it would not be possible to take quick decisions and to enforce them. But these notions have changed with the emergence of democracy. One basic principle of democracy is that people are the source of all political power. In a democracy, people rule themselves through the institutions of self-government. In a good democratic government, due respect is given to the diverse groups and views that exist in a society. Everyone has a voice in the shaping of public policies. Therefore, it follows that in democracy, political powers should be distributed among as many citizens as possible. അപ്പോൾ ഈ പവർ ഷെയറിങ് പണ്ടത്തെ കാലത്തെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പവർ ഇരിക്കേണ്ടത് ഒരാളിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിലോ ആയിരിക്കണം, ഒരു സ്ഥലത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്കായിരിക്കണമെന്ന് ഒരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം വന്നാൽ ആ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളത് കൊണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്ത. പക്ഷേ അതിനുശേഷം ഡെമോക്രസിയുടെയൊക്കെ ഉദയത്തോടുകൂടി അത് ചിന്തകൾ മാറുകയാണ്. കാരണം ജനങ്ങളുടെ കീഴിലായിരിക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്കായിരിക്കണം ഒരു ഭരണം കിട്ടേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളായിരിക്കണം അവരെ ഭരിക്കേണ്ടത് എന്നുള്ള ആശയം മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അവർക്ക് എല്ലാവർക്കും അവരുടെ ഒരു പബ്ലിക് പോളിസി ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു വോയിസ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു ഗവൺമെൻറ് ഒരു പങ്കാളിത്തം വേണമെന്നുള്ള ചിന്തയാണ് ഡെമോക്രസിയുടെ അടിത്തറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് പവർ എല്ലാവർക്കും, അതായത് എത്ര സിറ്റിസൺസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും സിറ്റിസൺസിനും ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. ഇൻ മോഡേൺ ഡെമോക്രസീസ് പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ്സ് can take many forms. Let us look at some of the most common arrangements that we have or will come across. അപ്പോൾ മോഡേൺ ഡെമോക്രസി അനുസരിച്ച് പവർ ഷെയറിങ് അറേഞ്ച്മെൻറ്റ്സിന് ഒരുപാട് ഫോംസ് നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ മോസ്റ്റ് കോമൺ ആയ നമുക്ക് നോക്കാം. ആദ്യത്തെ പവർ ഈസ് ഷെയർഡ് എമംഗ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. അടുത്ത കോൺസെപ്റ്റ് എന്താണ്? പവർ എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെ ഡിഫറെൻറ്റ് ഓർഗൻസിനിടയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഗൻസിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെട്ട ഒന്നാണെന്നാണ് ആദ്യത്തെ കോൺസെപ്റ്റ്. such as legislature, executive, judiciary. Legislature, executive, judiciary ഇങ്ങനെ ആ ഒരു പവറിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. Let us call this horizontal distribution of power because it allows different organs of government placed at the same level to exercise different powers. Such a separation ensures that none of the organs can exercise unlimited power. Each organ checks the others. This results in a balance of power among various institutions. Last year we studied that in democracy, even though ministers and government officials exercise power, they are responsible to the parliament or state assemblies. Similarly, although judges are appointed by the executive, they can check the functioning of the executive or laws made by legislature. This arrangement is called the system of checks and balance. അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു 3 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പായിട്ട് ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ബാലൻസ് നൽകും. അതായത് ഒരു ഗ്രൂപ്പിന് മറ്റൊരു ഗ്രൂപ്പിനെ ചെക്ക് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം കൊടുക്കും. അതായത് അൺലിമിറ്റഡ് പവർ ആർക്കും കിട്ടാതെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിസ്റ്റേഴ്സിന് അൺലിമിറ്റഡ് പവറൊന്നുമില്ല. അവർ പാർലമെൻറ്റ് കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജഡ്ജസൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആണെങ്കിൽ എക്സിക്യൂട്ടീവിനെ ചെക്ക് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് നമുക്ക് പറയാം. സെക്കൻഡ്, പവർ ക്യാൻ ബി ഷെയർഡ് എമംഗ് ഗവൺമെൻറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ.
ഇപ്പോൾ പവർ രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്റിനിടയിൽ പവർ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യെസ്, ജനറൽ ഗവൺമെൻറ് ഫോർ ദ എൻറ്റയർ കൺട്രി ആൻഡ് ദ ഗവൺമെൻറ്റ്സ് അറ്റ് ദ പ്രൊവിൻഷ്യൽ ഓർ റീജിയണൽ ലെവൽ സച്ച് ആസ് ജനറൽ ഗവൺമെൻറ് ഫോർ ദ എൻറ്റയർ കൺട്രി ഈസ് യൂഷ്വലി കോൾഡ് federal government. In India, we refer to its the central or union government. The governments at the provincial or regional level are called different names in different countries. In India, we call them state governments. This system is not followed in all countries. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗവൺമെൻറ്റിനെ പല പല തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഒരു രാജ്യം മുഴുവൻ നോക്കുന്നതിനെ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയും. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്, അതിന് താഴെ ആ ഒരു പ്രൊവിൻസ് അല്ലെങ്കിൽ ഒരു റീജിയൻ നോക്കുന്നതിന് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. There are many countries where there are no provincial or state governments, but in those countries like ours of government, the constitution clearly lays down the power of different levels of the government. This is why they did in Belgium but was refused in Sri Lanka. This is called federal division of power. അപ്പോൾ എല്ലാ രാജ്യത്തും ഇങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. പല രാജ്യങ്ങളിലും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇല്ല, അല്ലെങ്കിൽ പ്രൊവിഷണൽ ഗവൺമെൻറ് ഇല്ല. ഇപ്പോൾ നമ്മൾ ബെൽജിയത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ബെൽജിയത്തിലുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫെഡറൽ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. The same principle can be extended to levels of government lower than the state government, such as municipality and panchayat. Let us call the division of powers involving higher and lower levels of government vertical division of power. We shall study these the some lengths in the next chapter. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുനിസിപ്പൽ ഗവൺമെൻറ്, പഞ്ചായത്ത് ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞുണ്ട്. ഇനി തേർഡ് പോയിൻറ്റ്, പവർ മേ ആൾസോ ബി ഷെയർഡ് എമംഗ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണ്? പവർ പല സോഷ്യൽ ഗ്രൂപ്പ്സിനിടയിൽ ഷെയർ ചെയ്യപ്പെടണം. സച്ച് ആസ് ദ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്. കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഇൻ ബെൽജിയം ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ ദിസ് അറേഞ്ച്മെൻറ്റ്. അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ പല സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ പല ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിനിടയിൽ ഈ ഒരു പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. ബെൽജിയത്തിലെ കാര്യമാണ്. ഇൻ സം കൺട്രീസ് there are constitutional and legal arrangements whereby socially weaker sections and women are represented in the legislature and administration. ഇപ്പോൾ നമ്മൾ ചില രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ സോഷ്യലി വീക്കർ സെക്ഷൻസിനും വുമൻസിനുമൊക്കെ ലെജിസ്ലേച്ചറിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്, റിസർവേഷൻ. ലാസ്റ്റ് ഇയർ വി സ്റ്റഡീഡ് ദ സിസ്റ്റം ഓഫ് റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ അസംബ്ലീസ് ആൻഡ് ദ പാർലമെൻറ്റ് ഓഫ് അവർ കൺട്രി. അപ്പോൾ നമുക്കറിയാം റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസിയെക്കുറിച്ചും അസംബ്ലീസിലെ സീറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. This type of arrangement is meant to give space in the government and administration to diverse social groups and who otherwise would feel alienated from the government. അപ്പോൾ ഇതെന്താണ്? ആ ഒരു വീക്കർ സൊസൈറ്റിക്കൊക്കെ, വീക്കർ സെക്ഷൻസിനൊക്കെ പവർ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഗവൺമെൻറ്റിൽ നിന്ന് അവർ ഏലിയനേറ്റഡ് ആണ് എന്നുള്ള ഒരു വിചാരിക്കും. അത് അവരുടെ ഗവൺമെൻറ് അല്ല എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരാൻ സാധ്യതയുണ്ട്. This method is used to give minority communities a fair share in power. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ആ ഒരു മൈനോറിറ്റിക്ക് അവരുടെ ആ പവറിൽ ഒരു ഫെയർ ഷെയർ, അവർക്ക് അവരുടെ അർഹതയുള്ള ആ ഒരു ഷെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. In Unit 2, we shall look at various ways of accommodating social diversities. Power sharing arrangements can also be seen in the way of political parties, pressure groups and movements control or influence those in powers. In a democracy, the citizen must have freedom choose among various contenders for power. In contemporary democracy, this takes a form of competition among different parties. Such competition ensures the power does not remain in one hand. In the long run, power is shared among different political parties and that represent different ideologies and social groups. And sometimes this kind of sharing can be direct when two or more parties from an alliance to contest elections. If their alliance is elected, they form a coalition government and thus share power. In a democracy, we find interest groups such as those of traders, businessmen, industrialists, farmers and industrial workers. They also will have a share of governmental power either through participation in government committees or bringing influence on the decision making process. In Unit 3, we shall study the working of the political parties. ഇപ്പോൾ നാലാമത്തെ പോയിന്റ് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ്. അതായത് ഇപ്പോൾ പവർ ഇലക്ഷനിൽ നിന്ന് ജയിക്കണമെന്നുണ്ടെങ്കിൽ പല പാർട്ടീസാണ്, പല ജനങ്ങൾ, അതായത് പല പവർ സീക്ക് ചെയ്യുന്നവർ വന്ന് ഇലക്ഷൻ മത്സരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരെയാണ് നമ്മൾ എലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വോട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു ഡിഫറെൻറ്റ് ഐഡിയോളജീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഇങ്ങനെ വരും. അത് കാരണം എന്താണ്? പവർ എല്ലാ കാലവും ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാതെ നിൽക്കും. പലവരിലേക്കും പവർ എത്തും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരിലേക്ക് പവർ എത്താൻ കൂടുതൽ സാധ്യതയുണ്ട്.
അപ്പോൾ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന അവരുടെ സോഷ്യൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.